ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് കോഴിക്കോട് ബീച്ചിലോട്ടേക്ക് പോവുകയാണ്. അതായത് ഞാനിത് 1-ാം തീയതി, അതായത് മെയ് 1-ാം തീയതി എടുത്ത വീഡിയോ ആണ്. അന്ന് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, അതേപോലെ വിനീത് ശ്രീനിവാസൻ. പക്ഷേ വിനീത് ശ്രീനിവാസനെ കണ്ടില്ലായിരുന്നു. അതേപോലെ റിയ ഷിബു, പിന്നെ ഫെജോ, ജോബ് കുര്യൻ എന്നിവരൊക്കെ വരുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ഈ അതിരടി മൂവിയില്ലേ, അതിൻ്റെ ഒരു ഫെസ്റ്റ് കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടത്തുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. പക്ഷേങ്കിൽ നമ്മൾ ഒരു 4:30 ആകുമ്പോഴത്തേക്ക് അവിടെ പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ നല്ല തിരക്കുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ പോയി. അപ്പം പോയപ്പം അത്യാവശ്യം ആളുണ്ടായിരുന്നു. നമുക്ക് ഭാഗ്യത്തിന് ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ ഇരുന്നു, കുറച്ച് സമയം ഇരുന്നു. 6 മണിക്കാണ് ഷോ തുടങ്ങുമെന്ന് പറഞ്ഞത്. പക്ഷേ 6 മണിക്കല്ല തുടങ്ങി, ഒരു 7:30 ആയിട്ടുണ്ടാവും. നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് സമയം നമ്മൾ അവിടെ തന്നെ ഇരുന്നു. പിന്നെ പരിപാടി തുടങ്ങാനാകുമ്പോൾ നമ്മൾ മെല്ലെ എഴുന്നേറ്റു. പിന്നെ അവിടെ തന്നെ നിന്നു. പിന്നെ ഫുള്ള് കാണുന്നില്ല, മൊത്തം ജനങ്ങൾ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ താഴോട്ടേക്ക് പോയി. ഏതൊക്കെയോ ഇതിനോട് നൊഴിഞ്ഞ് പോയി മുന്നിലോട്ടേക്ക് എത്തി. അവിടെ നിന്ന് അടിപൊളിയായിട്ട് കണ്ടു കേട്ടോ പരിപാടികളൊക്കെ. 6 മണിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞ ഷോ ഒരു 7-7:30 ആയിട്ടുണ്ടായിരുന്നു. നല്ലോണം ലേറ്റായി. അതേപോലെ നല്ലോണം ജനങ്ങളുണ്ട്. കുറേ കുട്ടികളൊക്കെ കാണാണ്ടായിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് തലകറങ്ങി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 1 മണിക്കൂറായി ഈ ചേച്ചി നോ എൻട്രി കയറി തെറ്റിയ വഴി കൂടെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്താമെന്ന് വിചാരിച്ച് ലൈൻ തെറ്റിച്ച്, നിയമം തെറ്റിച്ച്, പോലീസുകാരനെ സമ്മതിപ്പിച്ച് വഴി കയറി. അല്ല സാം ബോയ്. ഹലോ കാലിക്കറ്റ്, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇവിടെ ഇത്രയും വലിയൊരു ക്രൗഡ് ഇവിടെ വന്നിരിക്കുന്നതിൽ ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഈ ഒരു എനർജി തന്നെയാണ് ആക്ച്വലി ഞങ്ങളുടെ പടത്തിൽ ഞങ്ങൾ പറയാൻ അതിരടി എന്ന് പറയുന്ന ഒരു ലൈക് ഫൺ കമേഴ്ഷ്യൽ ക്യാമ്പസ് എന്റർടൈനർ ആണ്. ഒരു കോളേജ് ഫെസ്റ്റ് ആയിട്ട് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ഈ മൂവി പ്രമോഷനിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഗായകനായ ശ്രീകുട്ടൻ ടൊവിനോ തോമസ്. അപ്പൊ നമ്മുടെ ടൊവിനോ, ഡോക്ടർ അനന്തു എസ് പ്രൊഡക്ഷൻസ്, ബേസിൽ ജോലിക്കുന്നു, സമീർ താഹിർ ആൻഡ് ടൊവിനോ തോമസ്. പക്ഷേ ഇതില് ഒരു ഗായകനായി ഈ സിനിമയിൽ എത്തുന്ന ശ്രീകുട്ടനെ കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എല്ലാവരും ക്രൗഡ് ഉണ്ടാവോ എന്നൊക്കെ പേടിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഉറപ്പായിരുന്നു നല്ല ക്രൗഡ് ഉണ്ടാവും. കാലിക്കറ്റാണ്, സിനിമയെയും ഞങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എപ്പോൾ കാലിക്കറ്റ് പ്രമോഷൻ വന്നാലും ഒരുപാട് സന്തോഷമാണ്. നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളുടെ ഈ സ്നേഹം നേരിട്ട് അനുഭവിക്കാനും പറ്റുന്നു എന്നുള്ളത് വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നതിന്, ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന്, ഞങ്ങൾ ഇങ്ങനെ സ്വീകരിക്കുന്നതിന്, ഈ സ്നേഹം തരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. അധ്വാനിച്ച് ചെയ്തിട്ടുള്ള ഈ സിനിമ 14-ാം തീയതി മുതൽ നിങ്ങളുടെയും കൂടെ സിനിമയാണ്. നിങ്ങൾ അതിനെ സ്വീകരിക്കുമെന്നും ഇഷ്ടപ്പെടുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. അതെ, ടൊവിനോ തോമസ് ശ്രീകുട്ടനായി എത്തുന്നു. ഞാൻ നേരത്തെ ബേസിലിനോട് പറഞ്ഞ അതേ കാര്യമാണ്. ഇദ്ദേഹവും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ് അല്ലെ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. അതിനുശേഷം ഐ തിങ്ക് ക്യാമ്പസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു സിനിമ? ഇല്ല, മെക്സിക്കൻ പോലെ അങ്ങനത്തെ, പിന്നെ ഗോവയിലും ഫണ്ണായിട്ടുള്ള ഈ ഒരു എന്താണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്? ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ
നിങ്ങൾ എല്ലാവരും ബേസിലിനെ എത്രയോ വർഷമായിട്ട് കാണുന്നതാണ്. ഇങ്ങനെ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഒരു സിനിമയിൽ, അല്ലേ? ഇഷ്ടപ്പെട്ടോ? അനന്തു പ്രൊഡ്യൂസറിനെ കിട്ടിയിട്ടില്ല. അനന്തു ഓടി വായിട്ട് അനന്തു, ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഇല്ലാതെ ഞങ്ങൾക്ക് എന്ത് വീഡിയോ, എന്ത് ഫോട്ടോ? ഓക്കേ, കോഴിക്കോട് എല്ലാരും ഇങ്ങോട്ട് തിരിയോ, എല്ലാരും സാംബോയ്, എല്ലാരും ഒരുമിച്ച് പറയോ അതിരടി. നൗഫൽ 15 വയസ്സ് മിസ്സിംഗ് ആണ്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. എന്താ വെച്ചാൽ ബേക്കിൽ നിന്ന് നല്ലോണം തള്ളുന്നുണ്ടായിരുന്നു. നമ്മൾ അതായത് തമ്പത്തായിരുന്നു ഉള്ളത്. ഒരു തള്ളയിലും കൂടി തള്ളി നമ്മൾ താഴേക്ക് ഉണ്ടാവുക. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗ്രൗണ്ടിലേക്ക് കിഞ്ഞു. പിന്നെ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് വന്നു. നമ്മൾ അടുത്ത് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണാം. പക്ഷേ നമ്മൾ അധികം മുന്നോട്ട് പോയില്ല. അവിടെ നിന്ന് ഒരുപാട് പേര് ചെക്കന്മാരായിക്കോട്ടെ ഭയങ്കര കളികളൊക്കെ ആയിരുന്നു. തുള്ളലും എന്ന് പറയേണ്ട എല്ലാ കളികളും ഉണ്ടായിരുന്നു. അടിൻ്റെ ഒരു ഭാഗത്തുനിന്ന്. അപ്പം നമ്മൾ അധികം ഫ്രണ്ടിലോട്ട് പോയില്ല. നമ്മൾ അതായത് ഫ്രണ്ടിൻ്റെ കുറച്ച് ബേക്കോട്ടേക്ക് നിന്നു. പിന്നെ കുറേ കുട്ടികളെ കാണാണ്ടായിട്ടുണ്ട്. കുറേ പേര് തലകറങ്ങി വീണിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇവർ കുറച്ചും കൂടെ നേരത്തെ പരിപാടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്താ വെച്ചാൽ ഒരുപാട് പേര് നേരത്തെ വന്ന് നിൽക്കുന്നുണ്ടാവില്ലേ, അതായിരുന്നു. ഒരു 10-10:15 പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. നമ്മൾ കുറേ ഫുഡ് കഴിക്കേണ്ടിയിട്ട് ഷോപ്പിലൊക്കെ കയറി. ഒരുപാട് സ്ഥലത്തൊക്കെ തിരക്കായിരുന്നു. അവസാനം റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ.